ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ അന്ന ടോം. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഒരു സർജറി ചെയ്യാൻ പോവുകയാണ്. അപ്പൻഡിക്സിന്റെ ഒരു ഓപ്പറേഷൻ ആണ്. അപ്പൊ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തോന്നു അപ്പനും ആന്റിയും വന്നിട്ടില്ലയോന്നോ? അതാണോ ഞാൻ പറഞ്ഞത്? അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ ആണ്. അപ്പൊ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ലൈക്ക്, കമന്റ്, ഷെയർ. ഓക്കെ? അതെ മാഡം, മാഡത്തിന്റെ ആദ്യത്തെ ഓപ്പറേഷൻ ആണല്ലേ? അതെ. അപ്പൊ ആംബുലൻസും ഡ്രൈവറും റെഡി. എന്തിന്? നിങ്ങളെ ഓപ്പറേഷൻ അല്ലേ? ആ പാപ്പോട്ട് ജീവിച്ച് പോട്ടെ. അതെ ചേട്ടാ, പിന്നെ ഇന്നലെ നമ്മൾ വൈകുന്നേരം ഒരു ഓപ്പറേഷൻ ചെയ്ത് വാർഡിൽ ഒരു പേഷ്യന്റിനെ കിടത്തിയിട്ടില്ലേ? അവിടെയാണെങ്കിൽ നേഴ്സ് പോയിട്ടുണ്ടല്ലോ, ഓക്സിജന് പകരം ഹൈഡ്രജൻ കൊടുത്തെന്ന് പറയുന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു കുഴപ്പമില്ല, ഞാൻ കണ്ടായിരുന്നു. അവന്റെ ഇളിയിലൊരു കയറും കെട്ടി അവിടെ ഇട്ടേക്കുന്നു. എന്തിന്? ഇല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ഞാൻ നമ്മുടെ ശൂന്യാകാശത്ത് പോവേണ്ടി വരുമെന്ന്. അയ്യോ ചേട്ടൻ നെറ്റിയിൽ എന്തോ പറ്റി? അയ്യോ ഒന്നും പറയണ്ട, പേര് വിളിച്ച് ഭാര്യ ഒരു ഉമ്മ കൊടുത്തേനെ അവള് വെച്ച് അടിച്ചത്. പേര് വിളിച്ച് ഭാര്യയ്ക്ക് ഉമ്മ കൊടുത്തതിന് ചേട്ടൻ അടി കിട്ടിയോ? പിന്നെ മാഡത്തിന്റെ പേരും പറഞ്ഞ് നമുക്ക് ഉമ്മ കൊടുത്ത ആള് വിടൂ. സൂപ്രണ്ടിനോട് ഞാൻ ഇതൊക്കെ പരാതി പറയും ഞാൻ, കേട്ടോ? സൂപ്രണ്ട് ശരിയല്ലെന്ന് ഞാനോട് ചേരൂല. ഞാനും മാഡം നല്ല ചേർച്ചയാണ് കേട്ടോ. അത് നിങ്ങൾ എന്തെടുത്തോട്ട് കിന്നാരം പറയുന്നത്? പേഷ്യന്റെ ഡീറ്റെയിൽസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഡീറ്റെയിൽസ് ആ ഫയലിനകത്തുണ്ടെന്ന് ഞാനല്ലേ എടുത്ത് വെച്ചിരിക്കുന്ന ഫയല്. അതെ, ഇന്ന് വൈകുന്നേരം തന്നെ നമുക്ക് ആ സർജറി ചെയ്യണം. പുള്ളിക്ക് ഭയങ്കര പെയിൻ ആണെന്ന് പറയുന്നത്. ചെയ്യണം. അതെ അതെ, ചെയ്തേ പറ്റത്തുള്ളൂ. ഇത് മറ്റേ ഇതിന്റെ എക്സ്റേ ഉണ്ടല്ലോ, ഇനി എന്റെ സ്വനപേടക മൂരി ഇവിടെ ഇട്ടാലേ നിങ്ങൾ അങ്ങനെയുണ്ടോ? അപ്പുറത്ത് ഈ പേപ്പർ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വനപേടകത്തിനുള്ള മരുന്ന് ഫാർമസിന്ന് തരും. അല്ലല്ല, അതിന് വേണ്ടി അതെന്നാലും എന്നെ മൈൻഡ് ചെയ്യില്ലെന്ന് വാശിയാണോ? വാശിയാണ്. അല്ല നിങ്ങൾ ആരാ മനസ്സിലായില്ല? അല്ല, ഇവിടെ ഒരു സുബലൻ എന്ന് പറഞ്ഞ ഒരു കക്ഷി കിടപ്പില്ലേ? അപ്പൊ പുള്ളിയുടെ ഒരു അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ ഒരാള് വേണോന്ന് പറഞ്ഞില്ലേ സാക്ഷിയായിട്ട്? അങ്ങനെ വന്ന ആളാ. വേറെ ഇങ്ങനെയാണ്. നിങ്ങളോടല്ലേ രാവിലെ 10 മണിക്ക് വരാൻ പറഞ്ഞേ? സമയം ഇപ്പൊ 12 മണിയായി. ഈ സമയത്താണ് നിങ്ങൾ കയറി വരുന്നേ? അത് നമ്മുടെ കുടുംബത്തൊരു പ്രശ്നം ഉണ്ടായി. എന്റെ മാമൻ ഒന്ന് കിണറ്റി വീണു, അതാ പ്രശ്നം. അയ്യോ എങ്ങനെ വീണത്? അത് ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ഞാനും കിണറ്റി പോകൂലേ? ഞാൻ അവിടെ കിടന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആര് വരും ഇവിടെ? എനിക്കറിയാം പുള്ളിയെ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. നിങ്ങൾ ആ മുരുകന്റെ അമ്പലത്തിന്റെ ഫ്രണ്ട് താമസിക്കുന്ന ആളല്ലേ? അതെ. ഞാൻ അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എന്റെ ഒരു കാക്ക തലയെ തൂറി. അങ്ങനെ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ച ഓർമ്മ. പല രീതിയിൽ ബന്ധം സ്ഥാപിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. കാക്ക തൂറിയ ബന്ധം പറഞ്ഞു വരുന്ന ഒരാൾ ആദ്യമായിട്ട് കാണുന്നുണ്ട്. അല്ല, നിങ്ങളെ വീട്ടിലെ പൈപ്പിലല്ലേ ഞാൻ കഴുകിയത്. അങ്ങനെ നമ്മുടെ പരിചയം. അങ്ങനെ ഒരു പരിചയം. അതെ, നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ നിസ്സാരവൽക്കരിക്കരുത്. അതെങ്ങനെ ശരിയാവും? തനിക്കുളം കുടുംബത്തിൽ നിന്ന് സുബലൻ എന്ന് പറഞ്ഞ ഒരു കക്ഷി ഇവിടെ വരുമ്പോ അത് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യുമല്ലോ ചെയ്യുന്നത്. പിന്നെ ഞാൻ എന്തിനാണ് ഇത് നിസ്സാരമായിട്ട് കഴിക്കുന്നത്? ഇത് ഞാൻ നിസ്സാരമായിട്ട് കഴിക്കേണ്ട കാര്യം എന്ത്? നിങ്ങൾ ഓപ്പറേഷൻ ചെയ്ത് കളയണം. നിനക്ക് മനസ്സിലായില്ലടാ പറഞ്ഞത്? ഇല്ല, ഇത് മലയാളമല്ലേ പറയുന്നത്? ഈ മേഡം എത്ര പ്രാവശ്യം പറഞ്ഞത് തന്റെ അടുത്ത്? അല്ല, ഞാൻ ഈ 4ാം ക്ലാസ് ആണ്. പിന്നെ ഈ തനിക്കുളം കുടുംബത്തിലുള്ള ആൾക്കാരെല്ലാം പോലീസും പട്ടാളം ഡോക്ടർ ആ പൊസിഷനിലുള്ള ആൾക്കാരാണ്. അപ്പൊ അവരോടൊപ്പം പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പിയറൻസ് മാത്രമേ എനിക്കുള്ളൂ. 4ാം ക്ലാസ് ആയിരുന്നാലും 3ാം ക്ലാസ് ആയിരുന്നു തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇത് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി തരാം. മേഡം, ഈ വർക്കറുകൾ നിസാറല്ലേ കരിക്കാൻ വരുന്നത്? പോത്തിറച്ചിക്ക് വരും കാറിറച്ചി കൊടുക്കുന്ന ഒരു മനുഷ്യൻ. അവന്റെ അനിയൻ അൻസാർ വരും. അൻസാർ വരുമെന്ന് അതാണോ ഞാൻ പറഞ്ഞത്? ചേട്ടാ, ഈ അസുഖങ്ങളെ ഒന്നും നമ്മൾ നിസ്സാരമായി കാണരുതെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ അങ്ങനെ കാണുന്ന ഒരു വ്യക്തിയല്ല. ഈ അസുഖങ്ങൾ ഒന്നും നിസ്സാരമായിട്ട് കാണരുത്. ഇത് 1000-ൽ ഒരുവന് വരുന്ന അസുഖമാണ്. എങ്ങനെ? പുറത്ത് വിടുകയും ചെയ്യരുത്. ഞാൻ എന്റെ ഫാമിലി ഗ്രൂപ്പിൽ ഇതൊന്ന് അറിയിച്ചോട്ടെ. തനിക്കുളം കുടുംബം മെമ്പേഴ്സ് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഉഷേപ്പച്ചിയുടെ മകനായ സുബലന് വന്നേക്കുന്ന അസുഖം 1000-ൽ ഒരുവന് വരുന്ന ഒരു അസുഖമാണ് കേട്ടോ. ഇത് കാരണം അറിയാലോ, കുടുംബത്തുള്ളവർക്കെല്ലാം വന്നേക്കുന്നത് പനി, ചുമ, അങ്ങനെയുള്ള അസുഖങ്ങളാണ് വന്നേക്കുന്നത്. ഇത് നമുക്ക് അഭിമാനിക്കാവുന്ന സമയമാണ്. നമ്മുടെ അടുത്ത ഫാമിലി മീറ്റിംഗിൽ ഞാൻ ഈ അസുഖത്തിന്റെ പേരിൽ ഒരു കേക്ക് മുറിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ വെക്കുന്നു. ചേട്ടാ, ഈ അസുഖത്തിന് നമ്മൾ മെഡിക്കൽ ടേംസിൽ ഒരു പേര് പറയും. അതായത് പെട്രാഡി ട്രെഡാക്കോ ട്രയാഗോ സിൻഡ്രോം എന്നാണ് നിങ്ങളുടെ അളിയന്റെ അസുഖത്തിന്റെ പേര്. ഞാൻ വിചാരിച്ച് ഉച്ചയ്ക്ക് ശേഷം വീശിയടിക്കുന്ന ചുഴലിക്കാറ്റിന്റെ പേരായിരിക്കും. എന്തായാലും ഈ അസുഖവും വെച്ചോണ്ട് ഈ ചെറുക്കൻ ഇങ്ങനെ കമന്നു കിടന്ന് ഉറങ്ങിയല്ലോ എന്റെ ഭഗവാനെ. ഇത് എവന്റെ ദേഹത്ത് വല്ലതും കൊണ്ട് കയറിയിരുന്നെങ്കിലും അല്ലേ? ഒരു കോള്. ആ പറയടി നന്ദിനി, എന്തോ മകൻ ഭക്ഷണം കഴിക്കുന്നില്ലെന്നോ? അവന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കൂ. പെട്രാഡി ട്രെഡാക്കോ ട്രയാഗോ സിൻഡ്രോം റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യം. മേഡം, ഈ അസുഖത്തിന്റെ പേര് ഈ ഫോണിലൊന്ന് പറയാവൂ? പെട്രാഡി ട്രയാഗോ ട്രിഡോങ്കോ സിൻഡ്രോം. എങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? മീൻകറി ഒഴിച്ച് കുഴച്ചടിച്ച് വാരി തിന്നുന്നു. അതെ, ഇനി പറഞ്ഞേക്ക്, കുടുംബത്തിലെ പ്രബുലന്റെ അസുഖം വീണ്ടും ഞാൻ പറയിക്കാൻ ഇടവരുത്തരുത്. അവന്റെ അടുത്ത് സമയത്ത് ഭക്ഷണം കഴിക്കണമെന്ന് കേട്ടോ. ഓക്കെ, ഞാൻ വിളിക്കാം അങ്ങോട്ട്. എനിക്ക് ചെക്കനെ ഒന്ന് കാണാൻ പറ്റുമോ പ്രബുലനെ? അയ്യോ, കാണാൻ പറ്റൂല. എന്താണ്? അന്യരെ ആരും അകത്തോട്ട് വിടൂല. മാത്രമല്ല, ഈ മേഡം ഈ രോഗിയെ മയക്കി കെടുത്തിരിക്കുക.
കണ്ടാ പറയൂലോ കേട്ടോ. ഉയർന്ന ഒരു പൊസിഷനിൽ നിന്നോണ്ട് ഒരു കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരൻ വന്നപ്പോ ഹോസ്പിറ്റലിൽ വന്നപ്പോ അവനെ മയക്കല്ലേ മിണുക്കാട്ടി. എങ്ങനെയാ മയക്കി അവനെ മയക്കിട്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാനാ? ഓപ്പറേഷന് വേണ്ടിട്ട് മരവിപ്പിച്ചിട്ടിരിക്കുവാന്ന് മയക്കി കിടത്തേക്കുവാന്നാ ഞാൻ പറഞ്ഞത്. സോറി അത് മാത്രം- കുടുംബത്തിന് ഒരു അബദ്ധം പറ്റിയതാണ്. സോറി. അത് മാത്രമല്ല അദ്ദേഹത്തിന് എനിമ കൊടുത്തു വെച്ചിരിക്കുക. നിങ്ങൾ എന്തെല്ലാമാണ് ഈ ചെയ്യുന്നത്? എന്തെല്ലാമാണ് ഇവിടെ ചെയ്യുന്നത്? ഒരു വയ്യാതെ ഒരു ചെറുപ്പക്കാരൻ ഒരു ഹോസ്പിറ്റലിൽ വന്നപ്പോ അവന് എരുമ കൊടുത്തേക്കുന്നു. ഇത് അവനെ വിളിച്ചോണ്ട് ഓടിയാൽ അതിന്റെ പിറകെ ആരെങ്കിലും പോകും. അയ്യോ എന്റെ പൊന്നു ചേട്ടാ, എരുമയല്ല എനിമ എന്ന് പറഞ്ഞിട്ട് മരുന്നാണ് കൊടുത്തത്. ഇതെന്തൊരു കഷ്ടം. കുടുംബത്തിന് ഒരു അബദ്ധം പറ്റി. ആ പേഷ്യന്റിന് നല്ല പെയിൻ ഉണ്ട്. എന്തേലും കൊടുത്തേ. എന്തോ അടുത്ത എന്തോ സംഭവം എന്തോ പുള്ളിക്ക് പെയിൻ ഉണ്ടെന്ന്. ഒരിക്കലും അവന് പെയിൻ വരാൻ വഴിയില്ല. കാരണം അവന്റെ തല കഷണ്ടിയാണ്. പലപ്പോഴും കണ്ടിട്ടില്ല. പെയിൻ വന്നു കഴിഞ്ഞാ ബാലൻസ് തെറ്റിയിട്ട് സ്ലിപ്പായതാ ഇവിടെ വന്നു അവന്റെ കഷണ്ടിയെ നോക്കി തെറി വിളിക്കുന്ന പല പ്രാവശ്യം ഞാൻ കണ്ടു. അവൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അവൻ പെയിൻ എങ്ങനെ വരും? പറയും. തനിക്കുള്ള കുടുംബത്തിലെ ഒരു അംഗമാണ് അദ്ദേഹം. പെയിൻ എന്നല്ല പറഞ്ഞത്, വേദന ഉണ്ടെന്നാ പറഞ്ഞത്. ചേട്ടാ ഒരു മിനിറ്റ് ഒന്ന് വരാമോ? ദിസ് ഈസ് വെരി ഡേഞ്ചറസ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ. മൈ ഗോഡ്, ഇത് അയാൾക്ക് എങ്ങനെ മനസ്സിലാവും? ചേട്ടന് മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല. This disease is Petrardia Triago Tradaco syndrome is reported in America. The old man is hungry. Since is 1927. That is not. You know, old man is crying. Yes, definitely. മൗസ് ആൻഡ് കാറ്റ് Jack and Jill. Tom and Jerry. സംഭവം എന്താ? പെയിൻ കിട്ടുന്നില്ല. നമ്മള് ക്രിസ്മസ് അടുത്ത് വരുവുണ്ട്. അപ്പൊ നമ്മുടെ കുടുംബശ്രീ പെണ്ണുങ്ങള് 110 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയ പിടുത്തമൊന്നുമില്ല, കഴിച്ചോണ്ട് ഇങ്ങനെ ഒരു മൂഡിൽ നിക്കാം. എന്തോന്നാ വൈൻ കിട്ടിയാലേ. സോറി. തനിക്കുണം കുടുംബത്തിനൊരു അബദ്ധം. ഞരമ്പ് കിട്ടുന്നത് ഇനി മേലാൽ അത്തരം വാക്കുകൾ അത് കുടുംബത്തിലെ ഏറ്റവും വലിയ ഞരമ്പാണ് ചെറുത്ത. അഥവാ ഇന്നത്തെ ദിവസം ഞരമ്പ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങളെ പ്രാക്കാണ്. അതിനപ്പുറം ഒന്നുമില്ല. തനിക്ക് എന്തിനാണ് ഞരമ്പിനെ പറ്റി? ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 566 ഞരമ്പുകളുണ്ട്. അറിയാമോ തനിക്ക്? ഇവിടെ ഈ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ അതിൽ ഏതോ ഒരു ഞരമ്പ് ഞാൻ എടുത്തോണ്ട് ഓടി. നിങ്ങൾ എന്തിനു മനുഷ്യ എന്റെ അടുത്ത് ഇങ്ങനെ ചൂടാവുന്നു? ഒരു ഞരമ്പ്. ആ മനുഷ്യൻ മദ്യപിക്കാറുണ്ടോ? മദ്യപാനമാണ് അയാളെ ഈ പരുവത്തിലാക്കിയത്. അയാൾ മദ്യപിക്കാറുണ്ടോ? ക്രിസ്മസിന് മാത്രം. ക്രിസ്മസിന് മാത്രമേ മദ്യപിക്കൂ? അല്ല, ക്രിസ്മസിന്റെ അന്നേ കുടിക്കാതെ ഇരിക്കൂ. ബാക്കിയുള്ള എല്ലാ ദിവസവും കുടിക്കാം. കാരണം അന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഇവന് കേക്ക് തിന്നാൻ പറ്റൂല, ഉറങ്ങിപ്പോവും. അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ വന്ന് ചുരുണ്ടോടി കിടക്കുന്ന അപ്പൻഡിക്സ് ഓപ്പറേഷൻ. എനിക്കതല്ല, ഈ അപ്പൻഡിക്സ് എന്ന് പറയുന്ന അസുഖം ഇത് എങ്ങനെ വരുന്നെന്നുള്ളതാണ്. അല്ല, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 90s സംഭവം. അച്ഛന്റെ ഈസും അമ്മയുടെ ഈസും തമ്മിൽ പ്രേമത്തിലായി. അങ്ങനെ ഉണ്ടായതാണ് ഈ അപ്പൻഡിക്സ്. ഇവിടുന്ന് ശമ്പളം വളരെ കുറവാണ്. അല്ലെങ്കിൽ ഈ നോണക്കഥ എന്റെ അടുത്ത് അടിക്കണം. കുടുംബത്തിൽ അപ്പൻഡിക്സ് എങ്ങനെ വന്നപ്പോ 70s അച്ഛൻ്റെ ഈ രണ്ടറ്റവും കൂടെ കൂട്ടിമുട്ടണ്ടേ ഗഡി. അത് ശരി. ശമ്പളം കുറവായതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് സ്കിറ്റ് കൊണ്ട് തൃശ്ശൂർ അടിക്കുന്നു. എറണാകുളത്ത് കിടക്കുന്ന ഈ സ്കിറ്റ് എവിടെ കൊണ്ടുപോകുന്നു? ഇടിച്ചോണ്ട് വരേണ്ടി വരുന്നു. കുടുംബത്തിലെ ഒരു അംഗത്തിന്. ചേട്ടാ, ഓപ്പറേഷൻ കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താ പറഞ്ഞോളൂ. വീട്ടിൽ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പച്ചത്തെറിയെ പറയാവൂ. കറിയെ കഴിക്കാൻ കൊടുക്കാവോ? അത് മാത്രമല്ല, കാലത്തൊരു ഗുളിക, ഉച്ചക്ക് 2 ഗുളിക, വൈകുന്നേരം 4 ഗുളിക. അപ്പൊ നമ്മളെ കിണറ്റിലെ വെള്ളമെല്ലാം പറ്റിപ്പോയി. അല്ല, ഈ 5-6 പ്രാവശ്യം ഇങ്ങനെ കുളിച്ചു കഴിഞ്ഞാ ഗുളിക കഴിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ആ, ഗുളിക കഴിക്കുന്ന കാര്യം. ശരി. അല്ല, എന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ട്. എന്താണ്? ഞാൻ ആദ്യം ഡോക്ടറായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കമ്പൗണ്ടറായി. സ്ഥാനക്കയറ്റം കിട്ടി. അത് മാത്രമല്ല, എന്റെ ചേട്ടൻ ഭയങ്കര ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു ഡോക്ടറായിരുന്നു. അങ്ങനെ ഈ ചേട്ടൻ എന്നെ ഒന്നും ചെയ്യിപ്പിക്കൂല. ഒരു ദിവസം ചേട്ടന്റെ കൈയൊന്ന് അറച്ചു കേട്ടോ. അങ്ങനെ ഞാൻ കയറി ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞപ്പോ ആൾക്കാരെ കയ്യടിയും ബഹളവും ഭയങ്കര പ്രശ്നങ്ങൾ. എന്റെ ചേട്ടൻ ഈഗോ അടിച്ച് അന്ന് നാട് വിട്ട്. പിന്നെ കിട്ടിയത് എന്തെന്നറിയാമോ? ചേട്ടന്റെ ജുബയും മുണ്ടും മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ഈ ഓപ്പറേഷന്റെ പേര് ഭരതോന്നാണ്. ഓപ്പറേഷൻ എന്താണ് നടന്നത്? ഈ ശമ്പളം കുറവാണെങ്കിലും ബാക്കിയുള്ളവർ ഇങ്ങനെ കൊല്ലാൻ നിൽക്കരുത്. എങ്ങനെയാ മേഡം?
അതെ പിന്നെ 35,000 രൂപ നിങ്ങൾ അടക്കിയാണെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് പേഷ്യന്റിന്റെ വയറ്റിൽ ഒരു ട്യൂബ് ഇടാൻ പറ്റും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ചെറുക്കന്റെ വയറ്റിൽ ട്യൂബ് ഇടാൻ വേണ്ടിട്ട് കൊക്കോ പുഴുവിന്റെ കല്യാണം നടക്കണോ? ട്യൂബ് ഇട്ട് കഴിഞ്ഞ ഇതിന്റെ കറണ്ട് എവിടെ നിന്ന് എടുക്കും? മാത്രമല്ല ഇവന്റെ മൂക്കുകൂടെയും വായിക്കൂടെയും വെട്ടം വരൂലേ? അടുത്തൊരു മരണമോ കല്യാണമോ നടന്നു കഴിഞ്ഞ എടുത്തോണ്ട് ആൾക്കാർ കൊണ്ട് തെക്കി വെച്ച് ട്യൂബ് ഇടും തീരുമാനിക്കും. സംഭവം പറഞ്ഞു തീർന്നില്ല, കറണ്ടും പോയി. ഇനി ഓപ്പറേഷൻ നടത്തണമെങ്കിൽ കറണ്ട് വന്നാലോ ഓപ്പറേഷൻ നടത്താൻ പറ്റും. കറണ്ട് ഇല്ല. ഇത് എന്തോന്ന് ലോജിക്കില്ലാത്ത ഹോസ്പിറ്റലിൽ പറഞ്ഞു തീരുമ്പേ കറണ്ടും പോയത്. ചേട്ടന് ഓർമ്മയുണ്ടോ പണ്ട് നമ്മൾ ആ കറണ്ട് പോയ സമയത്തെ നമ്മൾ രണ്ടുപേരും മാത്രം ഇവിടെ, പിന്നെ അതൊക്കെ മറക്കാൻ പുറത്ത് എന്തോ ഒരു മഴ, ഇടിവെട്ടി മഴ. ചേട്ടൻ എനിക്ക് അന്ന് ചായയും പരിപ്പോടെയും വാങ്ങിച്ചു തന്നായിരുന്നു. ചൂട് പരിപ്പോട. അതെ, മഴ പരിപ്പോട, ജോൺസൺ മാഷിന്റെ പാട്ട്, അന്തസ് അന്തസ്. അതെന്തൊരു വർത്തമാനം ഇപ്പൊ നിങ്ങൾ പറഞ്ഞേ? അല്ല അതെന്തൊരു വർത്തമാനം ഇപ്പൊ പറഞ്ഞേ? അല്ല ഞാന് മഴ, ജോൺസൺ മാഷിന്റെ പാട്ട്, അന്തസ് ഇത്തരം പറഞ്ഞു. എനിക്ക് ചേട്ടൻ ആ മഴയത്ത് ഒരു പരിപ്പോടെ വാങ്ങിച്ചു തന്നേ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങളിപ്പോ രണ്ട് കാര്യങ്ങൾ അനാവശ്യമായിട്ട് ചേർത്ത് എന്തോ വർത്തമാനം. എന്ത് സംസാരിച്ച ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി? ഈ പെൺകുട്ടി ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ജയിലിടിച്ചാൽ പോലും വെളിയിറങ്ങില്ലേ? പരിപ്പോടെ മേടിച്ചുകൊണ്ട് കൊടുത്തത് നിങ്ങളാണ്. ഞാൻ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇതിലിട്ടുള്ളൂ. ജോൺസൺ മാഷിന്റെ പാട്ട്, പിന്നെ ഒരു അന്തസ്. അതിനുവേണ്ടി എന്തിനാണ് എന്നെ ജയിലിൽ പിടിച്ചിരുന്നത്? അല്ല നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത് ഇത് എവിടെ നിന്ന് മേടിച്ച പരിപ്പോടാ? രാജുവിന്റെ കടയിൽ നിന്ന്. നീ അവന്റെ അടുത്ത് പറയാം വാഴക്കപ്പോടാൻ, ബാക്കിയുള്ളവരെ ജയിലിൽ പിടിച്ചാൽ ഈ കറണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഓപ്പറേഷൻ അങ്ങ് നടത്തിയേക്കാം, എല്ലാം അങ്ങ് സെറ്റ് ചെയ്ത്. അല്ല, ഓപ്പറേഷൻ നടത്തുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കണ്ടീഷൻ ഉണ്ട്. ഇവിടെ വന്ന ശേഷം നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം എനിക്ക് മനസ്സിലായ സംഭവം എന്താണെന്നറിയോ? ഈ ഓപ്പറേഷൻ ചെയ്തിട്ട് ചെറുക്കൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തനിക്കുണം കുടുംബത്തിൽ നിന്ന് 2 പേര് നിങ്ങളുടെ കുടുംബത്തേക്ക് എത്തും. അറിയാം, അതിൽ മെയിൻ ആൾക്കാരാണ് വരുന്നത്. അത് നിങ്ങളുടെ കുടുംബം എവിടെയാണ്? കൊട്ടിയത്ത്. നിങ്ങളെ കൊല്ലത്ത്. കൊട്ടിയത്തും കൊല്ലത്തും അറിയാലോ. അവിടെ നിന്നും വേറെ 2 വണ്ടി ആൾക്കാർ വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഇപ്പൊ തീരുമാനിച്ചു പറ. ചേട്ടാ എനിക്ക് പറ്റത്തില്ല. അതെ ചേട്ടാ, അതായത് നമ്മളെ ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് സന്തോഷ് ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടറാണ് ഇതിന് പറ്റിയ ഡോക്ടർ. അത് ശരി. അപ്പൊ ഈ പുള്ളിയെ കൊണ്ട് നിങ്ങൾ ഓട്ടോ കയറ്റി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യാം. അല്ല, അപ്പൊ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യുന്നില്ലേ? അയ്യോ ഇല്ല, ഈ തനിക്കോണം തറവാട്ടുകാർ 2 വണ്ടിയൊക്കെ വിളിച്ച് കൊട്ടിയത്തും കൊല്ലത്തോട്ടും ഒക്കെ വരുന്നതിനെക്കാട്ടി ഭേദം ഈ അടുത്ത് കിടക്കുന്ന 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഹോസ്പിറ്റലിൽ പോവാണെങ്കിലേ അവിടെ വെച്ചങ്ങ് ഓപ്പറേഷൻ നടത്തിയാൽ അത് മതിയല്ലേ? മതി. അപ്പൊ ഈ പേര് പറയാൻ മറക്കണ്ട, പെട്രാഡി ട്രെഡാക്കോ ട്രയാങ്കോ സിൻഡ്രോം. അപ്പൊ അതിന് മാത്രം ഒരു കുറവുമില്ല. പ്രണയം 60 വയസ്സുകാരനെ 16 വയസ്സാക്കുന്ന പ്രണയം, അസുരനെ പോലും സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന പ്രണയം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരുത്തിയെ കയറി അങ്ങ് പ്രേമിച്ച്. ഇപ്പൊ അതെനിക്ക് ഭയങ്കര കുരുവായിട്ടിരിക്കുക. ഫോൺ വിളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യം. കണ്ടാ വിളിക്കുന്നു അവളെ ഇന്ന് ഞാൻ. ഹലോ പറമത്തെ. ഹലോ രാഹുലേ. രാവിലെ അല്ലേ, ഇത് വൈകിട്ടല്ലേ? ഞാൻ രാഹുലേന്ന് വിളിച്ചതാ. ആ പറ. നീ എവിടെ നിക്കുവാ? ഞാനിവിടെ വീട്ടിലുണ്ട്. ഞാനേ ജംഗ്ഷനില്ല. ഏത് ജംഗ്ഷനി? നീ ഇവിടെ താമസിക്കുന്നില്ലേ? തൊട്ടടുത്തുള്ള ജംഗ്ഷനിൽ ഞാൻ നിക്കുവാ. അവിടെ തന്നെ നിൽക്കുന്നത്? ഞാൻ അങ്ങോട്ട് വരുവാ. അയ്യോ ഇങ്ങോട്ടൊന്നും വരണ്ട. അതെന്താ? എടി ഇവിടെ ആണെങ്കിൽ താഴത്ത് ഓണർ ഭയങ്കര കലിപ്പാണ്. പിന്നെ എന്റെ കൂടെ താമസിച്ച് സുനിയില്ലേ, അവൻ അതിനേം കാട്ടി കലിപ്പാണെന്ന്. നമ്മുടെ ലൈൻ വീട്ടിൽ പൊക്കി എനിക്ക് വേറെ കല്യാണം ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് കൈ കിട്ടിയതെല്ലാം എടുത്തോണ്ട് ഞാൻ അങ്ങോട്ട് വരുവാ. എന്റെ പൊന്നളിയന്മാരെ, എന്നെ പോലെ കയറി പ്രേമിച്ച് കളയല്ലേ. ആരുമില്ല അവിടെ. ആരുമില്ല ഇവിടെ. ഇയാടെ കണ്ണി കുരുവോ? ഞാൻ ഇവിടെ നിൽക്കുന്ന കണ്ടില്ലയോ? എന്നെ മനസ്സിലായോ? പിന്നെ കണ്ടോന്നെ മനസ്സിലാവും. മമ്മൂട്ടിയാണല്ലോ വന്നിരിക്കുന്നത്. കാവേരി എന്ന് പറയുന്ന ഒരാളെ അറിയാവോ? അറിയാം. അവിടെ ആങ്ങളയാ ഞാൻ. അപ്പൊ അറിയത്തില്ല. എന്തോ പറഞ്ഞത്? കാവേരി അറിയത്തില്ലെന്ന്. അപ്പൊ പ്രണയത്തിന്റെ പേരിൽ നീ അവളെ കബളിപ്പിക്കുകയായിരുന്നല്ലോ. കബളിപ്പിക്കുകയല്ലായിരുന്നോ? എനിക്ക് ആ കൊച്ചിനെ അറിഞ്ഞൂടാ, പിന്നെ എങ്ങനെയാണ് കബളിപ്പിക്കുന്നത്? അത് എന്തൊരു വർത്തമാനം അത്. രാഹുല ഞാനായത് കാവേരി.
നീ എന്തുവാടി ഈ കത്തി വേഷത്തിൽ വന്നേക്കുന്നേ? നീ അല്ലേ പറഞ്ഞ ഇവിടുത്തെ ഓണറിന് പ്രശ്നമാണ്, പിന്നെ നിന്റെ സുനിക്ക് പ്രശ്നമാണെന്ന്. അതുകൊണ്ട് അമ്മയുടെ മുടിയും അച്ഛന്റെ ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തൊക്കെ പറഞ്ഞാലും പറവൂർ ഭരതന്റെ ഫിഗറും ലേഡീസ് ബാഗും ഇതെന്തടി ഇത്? നിന്നെ കണ്ടുപിടിക്കും. നീ ഇറങ്ങി പോവാൻ നോക്ക്. അങ്ങനെ ഞാൻ പോകത്തില്ല. നമ്മുടെ ലൈൻ വീട്ടിൽ പിടിച്ച് നീ വന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് ഞാൻ കടലിൽ കാണിച്ചാവും. കാവേരി നീ ഒന്ന് അടങ്ങ്. രാഹുലിന്റെ മാവയാരാ? രാഹുലിന്റെ മുത്താരാ? രാഹുലിന്റെ പൊന്നാരാ? മുതുകണ്ട കിടന്ന് കാണിക്കുന്ന കണ്ട. നീ താണ്ട പിണങ്ങരുത്. എനിക്ക് നിന്നോട് സ്നേഹക്കുറവൊന്നും ഇല്ലടി മുത്തേ. സത്യം. രാഹുലേ! അയ്യോ ദാ ബൈക്ക് വന്നത് കണ്ടോ? രാഹുലെന്ന് വിളിച്ചത്. ബൈക്ക് വരുന്ന രാഹുലിനാണോ വിളിക്കുന്നത്? ശരി അല്ല, മറ്റേ സുനി വന്നത്. നീ ഒന്ന് ഇറങ്ങി പോവാൻ നോക്കി എങ്ങോട്ടെങ്കിലും. രാഹുൽ നീ എന്തിനാ പേടിക്കുന്നത്? ഞാൻ വേഷം മാറി വന്നപ്പോ നിനക്ക് മനസ്സിലായില്ലല്ലോ. എന്നിട്ട് ശബ്ദത്തിൽ പിടിക്കും. ശബ്ദം ഞാൻ ഗാംഭീര്യത്തിലാക്കിക്കോളാം. ഈ നടത്തേല് പിടിക്കും. നടത്തേ ഞാൻ ഗാംഭീര്യത്തിലാക്കിക്കോളാം. എടി വിഷയമാണ് നീ. ടെൻഷൻ ആകാതെ നീ എന്റെ പുറകിൽ ഒളിച്ചോ. സുനി അല്ല അവന്റെ അപ്പാപ്പനെ വരെ ഞാൻ പറ ഉറപ്പിക്കും. രാഹുലേ! ഓ രാഹുൽ എവിടെ? രാഹുൽ ഇവിടെ ഇല്ല. രാഹുലെ ഞാൻ എല്ലാം അറിഞ്ഞടാ. എല്ലാം അറിഞ്ഞു, കംപ്ലീറ്റ് അറിഞ്ഞ്. ഞാൻ പറഞ്ഞില്ലേ എല്ലാം അറിഞ്ഞ്. എടാ നീ നിന്റെ മാമന്റെ മോനും കൂടെ കുടിച്ചു കൂത്താടാനാണ് നീ ഇന്ന് ജോലിക്ക് പോകാതെ ഇവിടെ കള്ളം അടിച്ച് നടന്നതല്ലേ? മാമന്റെ മോനോ? ഓ നിന്റെ വൈക്കത്തുള്ള മാമന്റെ മോൻ വന്നെന്ന് അറിഞ്ഞു. ഏത് വായിക്കാത്തോളെ? വായിക്കാത്തോളെ അല്ല, നിന്റെ വൈക്കത്തുള്ള മാമന്റെ മോൻ വന്നെന്ന് അറിഞ്ഞു. എവിടെ? ആണ്ടയിക്കണ്. കണ്ടുപിടിച്ച് കളഞ്ഞല്ല നിന്റെ പൊന്നളിയാ. സാമ്പാറ് വെച്ച് പോയി. ഇല്ലായിരുന്നെങ്കിൽ കിഴങ്ങെന്ന് പറഞ്ഞ് അവനെടുത്തിടായിരുന്നു. മീശളിയാ അളിയുടെ പേരെന്തോന്ന്? സൂര്യ. വിജയ്. ഞാൻ വിജയ് ഫാനാ. വിജയുടെ മൊത്തം പേരെന്താണ്? വിജയ് സേതുപതി. സേതുപതി എന്ന് പരിചയമുള്ള ശബ്ദത്തോടെ. ഈ സേതുപതി എന്ന് പറഞ്ഞാലേ തിരുപ്പതിയുടെ അപ്പുറത്തുള്ള സ്ഥലത്തിന്റെ പേരല്ലേ? അതെ, വീണ്ടും കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. അളിയന്റെ അളിയൻ വന്ന സ്ഥിതിക്കും എനിക്കിന്ന് ശമ്പളം കിട്ടിയ വകയായിട്ടും നമുക്ക് ഇവിടെ നിന്ന് അടിച്ചു പൊളിക്കണം. അപ്പൊ ആ ചെലവ് അടുത്ത റെന്റിന്റെ കൂടെ കൂട്ടത്തിൽ കൊടുക്കുമായിരിക്കല്ലോ. ഒരു തമാശ. എന്നെ കല്ലേ ഞാൻ അള്ളും. നമുക്ക് അടിക്കണ്ടേ സാധനം? പോയി അടി. ആരും നിന്നെ മൈൻഡ് പോലും ചെയ്യണില്ല. നീ എന്തോ ഈ കിടന്ന് കാണിക്കണേ? ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്തു. ക്യാരക്ടർ നീ ഞാൻ പറഞ്ഞു നീ പോ. ഞാൻ പോകത്തില്ല, എനിക്ക് വീട്ടിൽ നീ അങ്ങനെയാണെങ്കിൽ അണ്ണ അണ്ണാന്ന് വിളിച്ച് കൂടെ നിന്നാ മതി. രാഹുലേ അണ്ണാ രാഹുൽ അണ്ണാ. എടാ രാഹുൽ അണ്ണാ ഇങ്ങടെ ആരെങ്കിലും ഒരാളെ മനുഷ്യനായിട്ട് മെനക്കെടുത്തിക്കാതെ നീ വന്നാ മതി. അവൻ വിളിക്കുവാണെങ്കിൽ മാത്രം പോയാ മതി. രാഹുലേ വെള്ളം വേണ്ടേ അടിക്കാൻ? വേണം. വെള്ളം ഇങ്ങോട്ട് വരുവോ? ഇല്ല. ഇവിടെ പോയി വെള്ളം എടുത്തോണ്ട് പാടാ. എടുത്തോണ്ട് വരാം. എന്തോന്ന് കാണിക്കണത്? അളിയാ മീശളിയാ അളിങ്ങ വാ. അളിയന്റെ ഒരു കാര്യം പറയാനുണ്ട്. അങ്ങോട്ട് തിരിഞ്ഞെന്ന് പറഞ്ഞാൽ മതി, എനിക്ക് കേൾക്കാം. മനുഷ്യൻ ഇയാൾക്ക് എന്താ നീ കാണിക്കുന്നത്? രാഹുലേ 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 രാഹുലേ. എടാ എന്തടാ? എടാ എനിക്ക് നടുവയ്യാന്ന് എനക്ക് അറിയാല്ല. ഞാൻ എന്നും ജോലി കഴിഞ്ഞ് വരുമ്പോ നീ അല്ലടാ എന്റെ പാന്റ് ഊരി തരണത്. അതും ഇങ്ങനെ ഒരു പെങ്കൊച്ചോ നിൽക്കുമ്പോ പകച്ചു നിൽക്കുമ്പോൾ വേറെ സ്ഥലത്തുനിന്ന് ഒരു അതിഥി വരുന്നു. അപ്പൊ പകച്ചു നിൽക്കും. നിനക്ക് നാണവും മാനവും ഇല്ലെന്ന് പറഞ്ഞ് എന്താടാ എണ്ണ ഈ കാണിക്കണ? നീ ഊരിയണ്ണ ഉരിയുടെ ആവശ്യമില്ല. നടുവും വയ്യാതാ. രാഹുലേ എടാ കണ്ടാടാ കൊലിസ്? കാണുകയും ചെയ്ത് കേൾക്കുകയും ചെയ്ത്. എടാ എന്തോ പറയുന്നത്? അത് സേതുപതിയിലെ ഒരു ആചാരം. എനിക്ക് ആചാരങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് പറ. അതിനി ആലോചിക്കട്ടെ. ഇത് എന്തൊരു പറയുമോ എന്തോ. എന്തൊരു ആലോചിക്കാതിരിക്കണ്ട ഒരു ആചാരത്തിൽ. ഞാൻ പറയാം, നീ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാണ. പറ. ആചാരം ചോദിക്കുന്നുണ്ട്. പറഞ്ഞു കൊടുക്കൂ രാഹുലേ അങ്ങോട്ട്. നൈസിനങ്ങ് ഒഴിവായല്ലേ? ഞാൻ പുതിയത് ഉണ്ടാക്കണ. അതാ ഇതണ്ണ. യവക്ക് അങ്ങ് സേതുപതിയില്
വേറെ അവക്ക് സേതുപതിയുമായിട്ട് പ്രണയമായിരുന്നു. അങ്ങനെ ഇവരുടെ വീട്ടുകാർ കല്യാണം സമ്മതിച്ചില്ല. ആ വിഷമത്തിലാണെങ്കിൽ ആ പെണ്ണാണെങ്കിൽ കിണറ്റി ചാടി തൂങ്ങി വിഷം അടിച്ച് മരിച്ചെണ്ണ. അന്ന് തൊട്ട് ആ ഓർമ്മയ്ക്കാണ് അവൻ കൊലിച്ചിട്ടുണ്ട് നടക്കുന്നത്. ആ പെണ്ണിന്റെ പേരെന്തിന്? പെണ്ണിന്റെ പേരെന്തിന്? ഇനി അതും ഞാൻ ഉണ്ടാക്കാം. പേര് പറയണേ, ഒരു പെണ്ണിന് പേരില്ലേ? പേരെന്ന് വെച്ചാ മാരിമുത്തു. ആണിന്റെ പേരില്ലടാ അത്. പറഞ്ഞു വരട്ടെ, മാരിമുത്തു ചിപ്പി. ചിപ്പി പെണ്ണാണ്. പെണ്ണാണല്ലേ? പെണ്ണാണ്. അത് മാത്രമല്ല ലേഡീസിന്റെ ചെപ്പലും ക്യൂടെക്സ് ഉണ്ട്. ഇനി വേറെ കളർ ആ അങ്ങനെ ഇനി അതിന് ഞാൻ കഥ ഉണ്ടാക്കാടി. അറിയാ കഴിയളിയാ അവിടെ കൊടു അളിയനായിട്ട് തൊഴിച്ചു തരാം. പിടികളിയാ സന്തോഷാളിയ എന്റെ അളിയൻ വന്നതിന്റെ സന്തോഷത്തിന് കഴി കഴിക്കുമല്ലേ? ഇതാണ്ടേ വിജയ് സേതുപതിയുടെ കഴിച്ചാടാ ഇത്ര പെട്ടെന്ന്. നല്ല കുടി കുടിക്കുന്നുണ്ട്. എന്തൊരു ആംബിയറാടാ ഇതിനൊക്കെ. കഴിയളിയാ എടാ ഇത് ഏതോ ഷാപ്പിൽ അടിച്ചു കിടന്ന സാധനോടാ. കണ്ടാ പടാന്ന് 2 പെഗ് അടിച്ചു കണ്ടാ. പക്ഷെ രാഹുലെ എനിക്ക് ചെറിയൊരു ഡൗട്ട്. തലയ്ക്ക് പിടിക്കണില്ലെന്ന് തോന്നണ അളിയന്. ഇനി അങ്ങനെ വരാം. തലയ്ക്ക് പിടിക്കണില്ല. 2 പെഗ് അടിച്ചല്ലേ? തലക്ക് പിടി. ഭൂലോക തോൽവി എന്റെ അല്ല നിന്റെ. അത് പറഞ്ഞപ്പോ അതാ എന്തുകൊണ്ടാ എണ്ണം കെട്ടവളെ ഫിറ്റായിട്ട് അഭിനയിക്കാൻ. നല്ല വെരി നാച്ചുറൽ ആക്ടിങ്. നല്ല പിടുത്തം. രണ്ടെണ്ണം കൂടി മേടിച്ചു ഒരെണ്ണം അങ്ങോട്ട്. എടി ഞാൻ എന്താ പറഞ്ഞെന്നറിയാം, പിടുത്തമാണെന്ന് പറയാം. നിന്റെ മീശ ഇളകിയിരിക്കുന്നു, ഞാനത് ഒട്ടിച്ചു തരാം. നല്ല പിടുത്തമാണ് സേതുപതി. ഞാൻ ഈ മീശ ഇളക്കി തരുന്ന സമയത്ത് അളിയാ നമ്മുടെ രാഹുലിന്റെ അളിയായി സേതുപതി എന്ന് വന്നു കേട്ടാ. ഇവിടെ സാധനമൊക്കെ എടുത്തു വെച്ച് കഴിച്ചോണ്ടിരിക്കുന്നു. ഞങ്ങൾ ഓരോ പെഗ് 2, 3 അല്ല മീശ നേരത്തെ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു മീശ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെ ആക്കണത് അത് ചിന്തിക്കുവാണ്. ഈ സാധനം തീർന്ന ഇനി എവിടെ നിന്ന് ബ്ലാക്കിൽ എടുക്കും ഇങ്ങനെ ചിന്തിക്കുവാ. ഓ അങ്ങനെയാണ്. വെറൈറ്റി ആണല്ലോ. അപ്പൊ ഞാൻ ഒരെണ്ണം കൂടെ ഒഴിച്ചാലാ? ഒഴിച്ചോണ്ട് വാ. ഗ്ലാസ് കുടിക്കുക. അത് നല്ലപോലെ ഒട്ടിയത് പോലുമില്ല. ഞാൻ ചുമ്മാ ഇരിക്കാം. രാഹുലേ എന്താ രാഹുലേ വാള് വെക്കാൻ വന്നു കഴിഞ്ഞാൽ വരണ വാളുണ്ടല്ലോ തിരിച്ചിറങ്ങിപ്പോ ഉഗ്ര ഒരു നമ്പരുണ്ട്. നമ്മളെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, പച്ച വെളിച്ചെണ്ണയിൽ വെളുത്തുള്ളി ചാലിച്ച് വയറിൽ വെച്ച് ഇങ്ങനെ ഒരു 10 മിനിറ്റ് തടവണം. നീ കോട്ടയം സ്റ്റൈലിൽ മീൻകറി ഉണ്ടാക്കാൻ പോണ? അതല്ല മരുന്നടാ. അങ്ങനൊന്നും വേണ്ട. അമൃതാഞ്ജനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമൃതാഞ്ജുണ്ട് ഇവിടെ അമൃതാഞ്ജൻ. അങ്ങനെ ഇട്. നിന്റെ മീശയില്ലേ? ദൈവമേ, പലയിടത്തും മീശ വെക്കണ കണ്ട് ഇതാവർത്ത ചന്തി മീശ വെച്ചോണ്ട് നടക്കണം. ഇങ്ങോട്ട് വന്നാ എനിക്ക് അണ്ണനെ ഭയങ്കര ഇഷ്ടമാണ്. അതെന്താന്നറിയാമോ? കാരണം അണ്ണ ഇത്രയും നാള് എന്റെ ചെലവ് നോക്കുന്നു. ഒരു ബന്ധവും ഇല്ലാത്ത എന്റെ സേതുപതി വന്നപ്പോ അവനെ അണ്ണ സ്നേഹിക്കുന്നല്ലേ. സ്നേഹം കൊണ്ടല്ലേ അണ്ണനെ. നീ എന്റെ പൊന്നനിയനല്ലടാ. നല്ല നാറ്റോണ. നിങ്ങൾ ഇപ്പൊ വീഴും കേട്ടോ. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന് കിടന്നുറങ്ങാൻ നോക്കി. എന്ന് കട്ടില്ല നീ അല്ലേ അളിയ എന്റെ കൂടെ അതെ, അതെ. ഇന്ന് നീ തറയെ കിടക്കും. നിന്റെ അളിയൻ നമ്മളെ അളിയനെ എവിടെ? എന്ത് കിടക്കും? പിന്നെ കിടക്കുമ്പോ കാലൊക്കെ എടുത്ത് ഞാൻ മണ്ടയെ കൂടെ ഇടും. കൊച്ചിലോണോ ശീലോണോ ഒന്നും തോന്നല്ലേ കേട്ടോ. കള്ള എന്റെ അടുത്ത് പോലും അങ്ങനെ ചെയ്തിട്ടില്ല. അയ്യോ കടകളിയാ ഉറങ്ങണ്ട. അവൻ കിടക്കൊണ്ട് അവൻ ഇവിടെ വന്ന് കിടന്നോളാം. പോളിയാ എന്റെ അടുത്ത് പറഞ്ഞ എങ്ങനെ വരല്ലത്? ഇവിടുന്ന് കണ്ട വന്നപ്പോ മുതൽ എന്നോട് ദേഷ്യം. എന്നോട് ഇഷ്ടമുണ്ട് സത്യം പറ രാഹുലെ. എനിക്ക് ഇഷ്ടമുണ്ട്. രാഹുലിന്റെ പൊന്നാരാ? രാഹുലിന്റെ മുത്താരാ? എന്താ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമല്ലോ. നാളെ നമ്മുടെ കല്യാണം. എനിക്കൊരു ഉമ്മ തരുവോ? രാഹുലിന് ഒരു ഉമ്മയല്ല, 1000 ഉമ്മ ഞാൻ തരും. എനിക്കത് മതി. ഇവ ഇത്തരക്കാരനായിരുന്ന ഉമ്മ ചോദിച്ചേക്കണ. നമുക്ക് അങ്ങോട്ട് പോയാലോ? രാഹുലേ സൗണ്ടിന് ചെറിയ പ്രശ്നം ഉണ്ടല്ലോ. ഇയാള് എന്തോ റസൂൽ പൂക്കുട്ടിയാണോ സൗണ്ട് പിടിക്കാൻ? സൗണ്ടിന്റെ കേസ് വിട്. കേട്ടോ നോക്കട്ടെ.
മീശ എവിടെ? മീശ എവിടെ? മീശ ഇപ്പൊ പഠിച്ച് ആര്? രാഹുൽ പറഞ്ഞിട്ട് ഇപ്പൊ പഠിച്ചു. ഇവൻ പറഞ്ഞ? ഇവൻ പറയും, ഇവൻ മാത്രമേ മീശ പഠിക്കാൻ പറയും. നേരത്തെ ഒരു പിടി പിടിച്ച കണ്ട എന്നെ. ഇങ്ങി വാ അളിയ, അളിയ എവിടുന്ന് രക്ഷപ്പെട്. ഇവന്റെ അണ്ടറിൽ നിന്ന് അളിയൻ രക്ഷപ്പെടണം, അതാണ് എന്റെ ആഗ്രഹം. കുടുക്ക എടുത്തുണ്ട് വിട്ടോ. അല്ല ഞാൻ നീ എന്തെണ്ണ മാറിയില്ലേ? നമ്മൾ ഇത്രയും കാലം എന്തെണ്ണ ഞാനും തൊടുന്നതിന് എന്തെണ്ണ? അളിയ എന്തെങ്കിലും സാധനം ഇവിടെ മിസ്സായിട്ടുണ്ടോ നോക്കിക്കോളണം. എന്റെ ബ്ലൗസ് ചുരിദാർ, അയ്യോ അടിപ്പാവാടാ. എല്ലാം എന്റെ ഇഷ്ടപ്പെട്ട ഡ്രസ്സാ. ഇവമേ ഇന്നലെ ടിവിയിൽ ഒരു വാർത്ത കേട്ടേ ഉള്ളൂ. ലേഡീസ് ഹോസ്റ്റലിൽ നിന്ന് തുണി അടിച്ചു മാറ്റാൻ വൻ സംഘം ഇറങ്ങിയെന്ന്. നീ അക്കൂട്ടത്തിലുള്ളതാണല്ലേ? ഇനി ഇവന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തണം, അതാണ് എന്റെ. ഇറങ്ങ്, വെളിയിറങ്ങി. പോടാ ഇറങ്ങി. ഇറങ്ങണോ? ഇയാൾ കുറെ നേരമായിട്ട് തുടങ്ങിയതല്ലോ. ഇയാൾ ആരാന്ന് വിചാരിച്ചാ ഇയാൾ സംസാരിക്കുന്നത്? ഞാൻ ആരാന്ന് ഞങ്ങൾക്ക് മനസ്സിലായോ? ഇത് അത് ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ്. ഞാൻ കാവേരി, അത് രാഹുൽ. രാഹുലിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങൾ ഭയങ്കര പ്രണയം. അണ്ണ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാലോ എന്ന് വിചാരിച്ചോണ്ട്. എന്തുകൊണ്ടാ നേരത്തെ ഒരു വാക്കിന്റെ അടുത്ത് പറയാത്തത്? ഈ പെമ്പിള്ളാരെ ഒന്നും ഇഷ്ടമല്ലല്ലോ. എന്റെ പൊന്നു വെച്ചാൽ നീ ഇവന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് ഇറങ്ങി വരുന്നത്. സുഖമില്ലാതെ കിടക്കുന്ന അച്ഛനും അമ്മയും 10-12 സഹോദരിമാരെ കെട്ടിക്കാൻ നിർത്തിയിരിക്കുന്നു. അതെന്തോ എന്റെ അച്ഛൻ ഫാം നടത്തുന്ന അല്ല, 2 സഹോദരിമാരെ കെട്ടിക്കാൻ നിർത്തിയിരിക്കുന്നു. ഇതിന്റെ ഇടയിൽ കൂടെ നിങ്ങളെ കല്യാണം നടന്നെന്ന് വിചാരിച്ചോ? നിങ്ങളെ കല്യാണം നടന്നു കഴിഞ്ഞാൽ കല്യാണത്തിന്റെ ചെലവ്, പിന്നെ കൊച്ചു ഗർഭിണിയാകുമ്പോൾ അതിന്റെ ചെലവ്, പിന്നെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന്റെ നൂല് കെട്ട് കാര്യങ്ങൾ മറ്റത്, പിന്നെ ഒന്ന് സ്കൂളിൽ ചേർക്കുമ്പോൾ LKG ചേർത്ത് കഴിഞ്ഞാൽ ഡൊണേഷൻ കൂടുതലായിരിക്കും അല്ലേ? അല്ല, പറ. അവിടെ എന്താ പ്രശ്നമുണ്ട്? പറഞ്ഞോ? അല്ല, നിന്റെ ഇളയ കൊച്ചു എത്ര പഠിക്കുന്നത്? LKG. LKG പഠിക്കുന്ന ഒരു കൊച്ചിന്റെ ഡൊണേഷൻ ഫീസ് എത്രയാണെന്ന് അവന്റെ അടുത്ത് ചോദിച്ചു നോക്ക്. ഭയങ്കര ഡൊണേഷൻ ആണ്. ഭയങ്കര പൈസയാണെന്നേ. കെട്ടി കഴിഞ്ഞു. മക്കളുണ്ടല്ലേ? അപ്പൊ നീ എന്നെ ചതിക്കുവായിരുന്നല്ലേ രാഹുലെ? ഞാൻ എന്ത് ആത്മാർത്ഥമായിട്ടാണ് നിന്നെ രാഹുലിന്റെ വാവ ആരാ? എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. നീ എന്നെ ചതിച്ചു കണ്ടോ? ഈ കാവേരി നീ അറിയും. കുളിക്കാതെടി. പിന്നല്ലാതെ ഞാൻ എന്തോ ചെയ്യും? പറഞ്ഞോട്ട് വാവയുടെ പൊന്നാരാ? ഹലോ അച്ഛനെ വിളിക്കുന്നു. രാജീവ് ഇപ്പൊ എവിടെ ഉണ്ട്? ഞാൻ ആ ജംഗ്ഷനിലുണ്ട്. എന്തിനാ ഇപ്പൊ പാട്ട് പാടുന്നത്? എന്തുവായാലും നമ്മുടെ ലൈഫ് വീട്ടിൽ പൊളിച്ചു. ഞാൻ അങ്ങോട്ട് വരുവാ. കൈ കിട്ടിയ സാധനങ്ങളും എല്ലാം എടുത്തോണ്ട് ഞാൻ അങ്ങോട്ട് വരുവാ. എന്നോട് പറഞ്ഞ ആദ്യത്തെ സെയിം ഡയലോഗ് നിന്നെ ഞാൻ കാണിച്ചു തരാം അവിടെ. അങ്ങനെ അങ്ങ് പോവോ? അതല്ല, ഈ ബിഗ് മീശയൊക്കെ വേണ്ടേ? അതാ ഞാൻ ചോദിച്ചത്. ശരി, അവിടെ പോയി ചെയ്തു മതിയാവല്ലോ. എടാ, പിടിച്ചതിനേക്കാളും വലിയ സാധനമായിരുന്നാ മാളത്തിനകത്തോട്ട് ഇരുന്നത്. പോട്ടെ എളിയാ. കാവേരി നോ, സേതുപതി. പ്രഭാകര, രഘുത്തമനാണേ. എന്താടാ? നീ കഴിഞ്ഞ ആഴ്ച പുതിയൊരു കാർ മേടിച്ചിട്ട് എന്റെ മുറ്റത്ത് വന്ന് നീ ഒരു പട്ടിഷോ കാണിച്ച് നീ എനിക്കൊരു ലഡു കൊണ്ട് തന്നു. അയിന് നാളെ ഞാനും വാങ്ങുന്നുണ്ടാ. ലഡു അല്ല, ഷോറൂമിൽ നിന്ന് പുതിയ കാറ്. എന്നിട്ട് നിന്റെ മുറ്റത്ത് ഞാൻ വന്നിറങ്ങും ലഡുവില്. അല്ല, കാറില്. എന്നിട്ട് ഞാൻ വന്ന് നിന്നോട് ഞാൻ പ്രഭാകര ഒറ്റ മിനിറ്റ് ഒരു കോള് വരും, ജസ്റ്റ് ഒന്ന് എടുത്തോട്ടെ. പൈസ തരാന്ന് പറഞ്ഞ അവറാച്ചൻ മുതലാളി. ഹലോ മുതലാളി. എടാ മക്കളെ, ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. എന്നാ മുതലാളി? പൈസ റെഡി ആയിട്ടില്ല. പൈസ റെഡി ആയിട്ടില്ലേ? അല്ല മുതലാളി, 2 ലക്ഷം രൂപ നാളെ കിട്ടില്ലെങ്കിൽ എന്റെ ഫുള്ള് പ്ലാൻ പൊളിയും. എന്ന് പറഞ്ഞ ഇത് ഞാൻ അച്ചടിച്ചെടുക്കണത് പോരാ അവിടെ. അല്ല മുതലാളി, ഞാൻ പറഞ്ഞ 2 ലക്ഷം രൂപ. ഹലോ അയ്യോ മുതലാളി, വെച്ചിട്ട് പോയി 2 ലക്ഷം രൂപ ഞാൻ അവിടെ പോട്ടുണ്ടാക്കും. എന്തിനാ ഞാൻ പൈസക്ക് വേണ്ടി തണ്ടുന്നേ? അവളെ സ്വർണ്ണം ഉണ്ടല്ലോ, ആ സ്വർണ്ണം നമുക്ക് അങ്ങ് പണയം വെച്ചാ പോരെ? സുമേ, എന്താ ഏട്ടാ? പതിവില്ലാതെ ഒരു സ്നേഹപ്രകടനം. സുമേ, ഞാൻ നിനക്ക് ഒരു ഡയമണ്ട് നെക്ലസ് മേടിച്ച് കഴുത്തിട്ട് വന്നാൽ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വാങ്ങിച്ചു വന്ന ഞാനിടും. പക്ഷെ ചെറിയൊരു കുഴപ്പമുണ്ട്. എന്താ? ഈ ഡയമണ്ട് ഇടയ്ക്ക് ആ സ്വർണ്ണം ഇരിക്കുന്ന കാണാൻ വേണ്ടി ഭയങ്കര വൃത്തിയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഡയമണ്ട് വാങ്ങിക്കുന്നതിന് മുമ്പ് നമുക്ക് പോയ സ്വർണ്ണം അങ്ങ് പണയം വെച്ചാലോ? തീർന്നു. എടീ പൊന്നെ, നീ സ്വർണ്ണം ഒന്ന് താടി. ഞാൻ ഓൾറെഡി ഷോറൂമിൽ 5000 രൂപ അഡ്വാൻസ് കൊടുത്തേക്കുവാ. കാർ മേടിച്ചില്ലെങ്കിൽ പ്രഭാകരന്റെ മുമ്പ് ഞാൻ നാറിപ്പോകും. നാറിപ്പോയാലും എന്റെ സ്വർണ്ണം ഞാൻ തരത്തില്ല. അപ്പൊ നീ പറഞ്ഞു പറഞ്ഞ എനിക്ക് സ്വർണ്ണം തരത്തില്ലെന്നാണോ? ഇല്ല. എനിക്ക് വേണ്ട പുല്ല നിന്റെ സ്വർണ്ണം. അളിയാ ബിജു വർഗീസേ, പറയടാ. ഐ നീഡ് എ ഹെൽപ്പ്. മലയാളത്തിൽ പറയാൻ പറ്റും. അളിയ, എനിക്ക് നിന്റെ ഒരു സഹായം വേണേ. പറഞ്ഞേ. എടാ, ഞാൻ നാളെ കാറെടുക്കാൻ പോകുന്ന കാര്യം നിന്നോട് ഞാൻ പറഞ്ഞില്ലേ?
പക്ഷെ നാളെ എടുക്കാനുള്ള പൈസ എന്റെ ഇല്ലടാ. എന്റെ പെണ്ണുങ്ങളോട് ഞാൻ സ്വർണം പണയം വെക്കാണ്ട് ചോദിച്ചു, പക്ഷെ അവള് തരത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് നീ ഒരു കള്ളനെ പോലെ വന്ന് ആ സ്വർണം അടിച്ചു മാറ്റുന്നു. നാളെ ഞാൻ കൊണ്ട് പണയം വെക്കുന്നു, ഞാൻ പുതിയ കാർ വാങ്ങുന്നു. എടാ ചെറുക്ക എന്റെ വായിരിക്കുന്ന വല്ലതൊക്കെ കേട്ടാ, എന്നെ കൊണ്ടൊക്കെ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഒരു ഡീല് പറയാം. ഈ എടുത്തോണ്ട് പോകുന്ന സ്വർണത്തിന്റെ 25% നിനക്ക് ഞാൻ കമ്മീഷനായിട്ട് തരാം. എന്റെ പൊന്നാളിയിലടാ ഒന്ന് എടുത്തതാണ്. ഉള്ളതാണോ? ഉള്ളതാ. എന്നാ ഒരു കാര്യം ചെയ്യ്, ഞാൻ വരൂല, പകരം വേറൊരാളെ പറഞ്ഞു വിടാം. അപ്പൊ നീ വേറൊരു കളനെ അറേഞ്ച് തരും. ഓ അങ്ങനെയെങ്കിൽ ഞാൻ ഓൾറെഡി അടുക്കളയുടെ കഥക് തുറന്നിട്ടുണ്ട്. നീ അവനോട് പറ, 1/2 മണിക്കൂറിൽ ഞങ്ങൾ ഉറങ്ങും, പെട്ടെന്ന് വരാൻ പറയണം. ഓക്കേടാ പൊന്നാച്ചി. നിങ്ങൾ എന്തോ ഈ പിറുപുറത്ത് സംസാരിക്കുന്നത്? കിടക്കുന്നില്ലേ? അല്ല, എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്, നീ കിടന്നുറങ്ങിക്കോ. മനസ്സിൽ അങ്ങോട്ട് രണ്ടുപേരും അയ്യോ, ഒച്ച വെക്കല്ലേ, അവളെ എഴുന്നേക്കും. കള്ളനാണല്ലേ? എങ്ങനെ മനസ്സിലായി? അല്ലാതെ ഈ പാതിരാത്രി എന്റെ വീട്ടിൽ ജില്ലാ കളക്ടർ വന്ന് കയറി വരത്തില്ലല്ലോ. ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ കുറെ നേരമായിട്ട് കാത്തിരിക്കുവായിരുന്നു. റൂട്ട് മാറുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ കള്ളനാണ്, മറ്റേ കൂട്ടുകാരൻ പറഞ്ഞു വിട്ടിട്ട് വന്ന. അല്ലേ? അതെ. ഈ അലമാര തുറക്കണമെങ്കിൽ അതിനുള്ള താക്കോല് വേണമല്ലോ. ഈ താക്കോലല്ലേ ചേച്ചി കിടന്നുറങ്ങുന്ന തലയുടെ അടിയിലിരിക്കുന്നത്? അയ്യോ, അതെങ്ങനെ അറിയാം? ഞാൻ കള്ളനാണ്, അല്ലാതെ കളക്ടർ അല്ല. ശരിയാ. അപ്പൊ നീ ആ താക്കോൽ എങ്ങനെ എടുക്കും? അതിനാണ് ടൂൾസ്. ഇത് വെച്ച് എന്തുവാ കാണിക്കാൻ പോണേ? ആ കാണിച്ചു തരാം. കാണിച്ചത് കാണിക്കും. ആ ഉപ്പ് തിന്ന്. കുഴപ്പമില്ല, കുറച്ചും മോളും വാ തുറന്നോളൂ. എന്തിന്? കേട്ടിട്ടില്ലേ ഉപ്പ് തിന്നോ വെള്ളം കുടിക്കുമെന്ന്? അതല്ലെന്ന്, ഇവർ എഴുന്നേറ്റ് അത് എടുക്കാൻ പറ്റും. എന്റെ ഐഡിയ തീർന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. കുഴപ്പമില്ല, എന്റെ ഒരു ഐഡിയ ഉണ്ട്. എടാ, ഈ പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേകതര സ്വഭാവം ഉണ്ട്. എന്താണ്? ഇവളുമാര് ഈ ഉറയും കിടന്ന സമയത്ത് ഇവളുമാരെ ഉത്ബോധ മനസ്സ് എപ്പോഴും ഉണർന്നിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇവളുമാരെ എങ്ങനെ പൊക്കി പറഞ്ഞാലും ഇവളുമാര് തന്നെ പൊങ്ങിക്കോളും. എങ്ങനെ? കാണിച്ചു തരാം. സുമേ, നീ എന്തൊരു സുന്ദരിയാണ്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ പഞ്ചായത്ത് നിന്റെ അത്രയും ഗ്ലാമറുള്ള ഒരു അപ്സരസ് വേറെ ഇല്ല. നിന്റെ കലകല എന്നുള്ള ശബ്ദം പൂങ്കുയിൽ പാട്ട് പാടുന്നേക്കാളും അപ്പുറമാണ്. ആ പൂങ്കുയിലൊന്ന് മാറ്റി പിടിക്കാൻ പറ്റൂ? എന്തിനാ? വലിയ ചേർച്ചയൊന്നും ഇല്ല. ലോജിക്കലി കറക്റ്റ് ആകുന്നില്ല. അതെ. ശരിയാ. ഇവളെ എങ്ങനെ എഴുന്നേപ്പിച്ചേ? അല്ല, ട്രൈ ചെയ്യുന്നുണ്ട്. ഓർക്കുവാണോ? നിന്ന് ചന്തലേ കളിക്കാറാ. ഞാനൊന്ന് ആലോചിച്ചിരിക്കട്ടെ. കിട്ടി. സുമേ, നീ എന്തൊരു സുന്ദരിയാണ്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ പഞ്ചായത്ത് നിന്റെ അത്ര സൗന്ദര്യമുള്ള പെണ്ണ് വേറെ ഇല്ല. കൈ എടുത്തോണ്ട് പോടാ. ഇതെങ്ങനെ തിരിച്ചു പോകും? കാണിച്ചു തരാം. ഇത്ര ഉള്ളു. നീ ഇവിടെ അലമാര പറഞ്ഞേ. അതെ, കുടിക്കാൻ ഇച്ചിരി വെള്ളമെങ്കിലും കിട്ടൂ. ആദിത്യ മര്യാദ. സോറി, ഞാൻ അതിനെ കുറിച്ച് മറന്നുപോയി. ഞാൻ പോയിട്ട് ഇപ്പൊ വെള്ളം എടുത്തോണ്ട് വരാം. നിൽക്കണോ അവിടെ? ഞാനൊന്നും കാണുന്നില്ല എന്ന് നീ കരുതിയല്ലേ? ഇവിടെ വാടാ. എന്റെ പൊന്നു ചേച്ചി അറിയാതെ ഈ വീട്ടിൽ വന്ന് കയറി പോയതാ. ഇനി ഒരു തെറ്റും ചെയ്യൂല. വെറുതെ ആളെ വിളിച്ചു കൂട്ടി അടി വാങ്ങിച്ചു തരല്ലേ. നീ അല്ലേടാ ഒസാമ ബിൻ ലാദനെ 30 വെള്ളിക്കാശ് നോറ്റിക്കൊടുത്ത ജോർജ് ബുഷ്? അങ്ങനെയൊക്കെ ആൾക്കാർ പറയും. ജോർജ് ബുഷ്? ഇവൾക്ക് ഈ ഉറക്കത്തിൽ തന്നെ സംസാരിക്കുന്ന സ്വഭാവമുണ്ട്. കുഴപ്പമില്ല, പുറം നടക്കുന്ന ഒന്നും അറിയത്തില്ല. പോയിട്ട് അലമാര തുറന്നു. ഇതെങ്ങനെ തിരിച്ചുവിടും? എക്സസൈസ് ചെയ്യാം. ഈ പാതിരാത്രിക്കോ? അല്ല, പുറകിൽ ആരാ നിൽക്കുന്നത്? ഞാൻ ഈ പുള്ളിയുടെ ട്രെയിനറാ. അങ്ങനെ. ഗുഡ് നൈറ്റ്. ഇത് കഥ പറയാതെ തുറക്കാവോ? കുടിക്കാനുള്ള വെള്ളം കിട്ടിയില്ല. ആദിത്യ മര്യാദ. ഞാൻ ഇതിനെ കുറിച്ച് മറന്നു എടുത്തിട്ട് വരാം. അല്ലാതെ സമ്മതിക്കൂല. എന്റെ സങ്കടം കേട്ടിരിക്കാൻ ആരുമില്ല ഇവിടെ. ആരാ പറഞ്ഞ ആരും ഇല്ലെന്ന്? അതില്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ചേച്ചി പറ, ചേച്ചിയുടെ സങ്കടങ്ങൾ മൊത്തവും പറ. എന്റെ ഭർത്താവില്ലേ, അങ്ങേരെ ഒരു ദുഷ്ടനാ, ചതിയനാ, സ്നേഹമില്ലാത്തവനാ. ചേച്ചി ദൈവദോഷം പറയരുത്. ഞാൻ ഇവിടെ വന്നപ്പോ തൊട്ട് ആ മനുഷ്യൻ എനിക്ക് വേണ്ടി കിടന്ന് ഓടുന്നത് എനിക്കേ അറിയാവൂ. വെള്ളം എടുക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി അകത്ത് പോയി അങ്ങനെ പറയേ ചെയ്യരുത് ചേച്ചി. അങ്ങേരെ എന്റെ കൈ വല്ലതും കിട്ടിയാൽ അങ്ങേരെ കഴുത്ത ചേർത്ത് ഞാൻ കൊല്ലും. അയ്യോ, എടാ, നിനക്ക് ഞാൻ ഈ മെഷീൻ ഓഫാക്കാനുള്ള ട്രിക്ക് പറഞ്ഞു തന്നല്ലടാ. പിന്നെ എന്തിനാണ് അവളുടെ കഥ കാണ്ടി പോയ? കഴുത്ത് കുത്തി പിടിച്ചാ പിന്നെ ഇത് കൈ പൊങ്ങണ്ടേ? പോയ അലമാര തുറന്നതാണ്. മനുഷ്യന്റെ ബി പി ആയിട്ടാണ്.
സാധനം കിട്ടി. ഓക്കെ. അല്ല എന്റെ കൈ തരില്ലേ, എന്റെ ഫിംഗർ പ്രിന്റ് വരും. നീ എന്റെ കൂട്ടുകാരനെ കൊണ്ട് ഇത് കൊണ്ട് കൊടുക്കണം. എന്നിട്ട് അവനോട് നീ പ്രത്യേകമായിട്ട് പറയണം, ഇത് പണയം വെച്ച് കിട്ടുന്ന പൈസ നാളെ രാവിലെ വന്ന് ഞാൻ മേടിച്ചോളാം, കാർ മേടിക്കാൻ വേണ്ടി. ഓ, അപ്പൊ ഞാൻ അങ്ങ് പോണം. നീ ഇറങ്ങി പോണം. ഈ സ്വർണ്ണം കൊണ്ട് ഇറങ്ങി പോണം. ഓക്കെ. അങ്ങോട്ട് ഇങ്ങോട്ട്. അയ്യോ ഒരു മിനിറ്റ് ഒരു കാര്യം ചോദിക്കാൻ ഞാൻ മറന്നുപോയി. പോകുന്ന വഴിക്ക് വല്ലതും മേടിച്ച് കഴിച്ചു. എന്തിനാ കരയുന്നേ? ആദ്യമായിട്ട് അവര് വീട്ടിൽ പോയി പോട്ടിച്ചിട്ട് ഇറങ്ങുമ്പോ കഴിക്കാൻ പൈസ തരുന്നത് സാധാരണ ഇടിയാ കിട്ടിക്കൊണ്ടിരുന്നത്. എന്നെ കൂടെ കരയിപ്പിക്കാതെ ഇറങ്ങി പോടാ പട്ടി. കരയില്ല, നാളെ കാറ് മേടിക്കട്ടെ. അളിയാ ബിജു വർഗീസേ, പറയടാ. എടാ നീ പറഞ്ഞു വിട്ട കള്ളല്ലേ അളിയ? ഒന്നും പറയില്ല, കിടുക്കാച്ചി കള്ളൻ ഉള്ള സ്വർണം മൊത്തവും വാരിക്കൊണ്ട് പോയിട്ടുണ്ട്. അളിയ, നിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കുവായിരുന്നു. എന്നളിയ? കുറച്ചു മുമ്പ് അവൻ എനിക്കൊരു മെസ്സേജ് അയച്ചു. എന്തുവാ? ഈ സ്വർണം മുഴുവൻ എനിക്ക് ഇഷ്ടപ്പെട്ട്, ഇതിനി തിരക്കണ്ട, ഓക്കെ ബായിന്ന്. അപ്പൊ എന്റെ സ്വർണം ഗദാ ഹുവ. അയ്യോ ഒരു പോത്ത് പോലെ കട തുറക്കുന്നത്. നമ്മുടെ 25 പവന്റെ സ്വർണ്ണം കള്ളം കൊണ്ടുപോയിട്. നിനക്ക് മനസ്സിലായില്ലടി, നമ്മുടെ 25 പവന്റെ സ്വർണ്ണം കള്ളം കൊണ്ടുപോയിട്. ആര് കൊണ്ടുപോയെന്നാ? പുറത്തും കൊണ്ട് ഞാൻ കണ്ടല്ലേ. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ ഇവിടെ എന്റെ രാവിലെ ഒരു സ്വർണം ചോദിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായതാ ഇന്ന് ഈ വീട്ടിൽ കള്ളം കയറുമെന്ന്. അതുകൊണ്ട് നേരത്തെയാണ് ഞാൻ ആ സ്വർണ്ണമൊക്കെ എടുത്ത് മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെച്ചത്. പിന്നെ നിങ്ങളും ആ കള്ളനും കൂടെ കാണിച്ചു കൂട്ടിയ എല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ബാക്കി രാവിലെ തരാം. അപ്പൊ വന്ന് കിടന്ന് ഉറങ്ങും. അല്ല അങ്ങനെയെങ്കിൽ പൊന്നെ നീയേക്കാൾ പണയം വെച്ചിട്ടില്ലല്ലോ. അപ്പൊ ആ സ്വർണ്ണം എടുത്താൽ ഞാൻ പോയിട്ട് കാറ് മേടിക്കട്ടെ. തരില്ല ഞാൻ കിടക്കുന്നില്ലേ? ഒരു മിനിറ്റ്, അതിനും ഒരു ഫോം വിളിക്കാനുണ്ട്. പ്രഭാകര, ലഘുത്തമനാണേ. നിനക്ക് ഉറക്കമൊന്നും ഇല്ലേടേ? ഇല്ല, ഇവിടെ പറഞ്ഞിട്ട് ഉറങ്ങാന്ന് വിചാരിച്ചു. നീ കഴിഞ്ഞ ആഴ്ച പുതിയൊരു കാർ മേടിച്ചിട്ട് എന്റെ വീട്ടിൽ വന്ന് പട്ടി ഷോ കാണിച്ചിട്ട് നീ എനിക്കൊരു ലഡു കൂടെ തന്നില്ലേ? അതിന് ഞാനത് ക്ഷമിച്ചടാ പട്ടി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.